ഓസ്കർ യോഗ്യതാ പട്ടികയിൽ ഇടം നേടി വിൻസി അലോഷ്യസിന്റെ ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ചിത്രത്തിൽ അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ 3 ഗാനങ്ങൾ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ മത്സരിക്കാനുള്ള യോഗ്യതയാണ് നേടിയത്. ഈ സന്തോഷം നടി വിൻസി അലോഷ്യസ് മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചു. ഒരു വലിയ സന്തോഷത്തിന് നടുവിലാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി വിൻസി അലോഷ്യസ്. ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ഓസ്കർ യോഗ്യതാ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. സന്തോഷം വിൻസിയുമായി നമുക്ക് ചോദിച്ചറിയാം. ഹലോ വിൻസി, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്. ഓസ്കാറിൻ്റെ പട്ടികയിലോട്ട് വരെ എത്തിയെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതും 5 വർഷമാണ് എൻ്റെ സിനിമ ജീവിതം തുടങ്ങിയിട്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനൊരു ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്നു. അംഗീകാരങ്ങളുടെ വർഷമാണിത്. ശരിക്കും സംസ്ഥാന അവാർഡ് വരുന്നു, അതിനുശേഷം ഓസ്കർ യോഗ്യതാ പട്ടികയിൽ ഇടം നേടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിനേത്രിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷം തന്നെയാണ്. അതെ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ അതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ഭയങ്കര സ്റ്റക്കായിപ്പോയി ഒന്ന്. ഈ സിനിമയെ പറ്റി എന്താണ് പെട്ടെന്ന് നമ്മളോട് പങ്കുവെക്കാനുള്ളത് കൂടുതൽ? അതൊരു ബയോപിക്കാണ്. സിസ്റ്റർ റാണി മരിയ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്ററിൻ്റെ ലൈഫാണ്. ഇൻഡോറിലെ ഈ ആദിവാസികളെയൊക്കെ എംപവർ ചെയ്തിട്ടുള്ളൊരു അങ്ങനെ ഒരു ജീവിതം നയിച്ച ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ലൈഫ് എന്ന് പറയാൻ എൻഡ് വന്നിട്ട് ഭയങ്കര ട്രാജഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇതൊരു ഓഫ് ബീറ്റ് ടൈപ്പ് മൂവി കൂടിയാണ്. അപ്പോൾ അത് ഒത്തിരി തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയിട്ടാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ നിങ്ങളൊക്കെ വന്നതിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ എല്ലാവരോടും. ഇനി എന്താണ് പ്രതീക്ഷ? ഓസ്കാർ വിൻ ചെയ്യും എന്ന് തോന്നുന്നു. ഓസ്കാർ പട്ടികയിൽ ഇടം നേടിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ട് കാണുകയാണ്. ബാക്കി ഇനി ആഗ്രഹിച്ച അഹങ്കാരമാവുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് വരുന്നത് പോലെ വരട്ടെ.